ലാസ്റ്റ് വീക്ക് ഹോം ലോൺസിനെ പറ്റിയിട്ട് ഡോയൻസ് ഫിനാൻഷ്യൽ സൊല്യൂഷൻസിൻ്റെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. പ്രധാനമായിട്ടും രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഒന്ന്, ഈ ഹോം ലോണിന് വേണ്ടിയിട്ട് ഇപ്പോൾ വെളിയിൽ നിന്ന് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഉള്ള ആളുകൾ ലീവിന് വരുമ്പോൾ അവരുടെ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഹോം ലോൺ എടുത്ത് അവർക്ക് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിട്ട് പോകാൻ വേണ്ടി വരുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഈ നമ്മുടെ സർവീസ് വളരെ ഉപകാരപ്രദമാണ്. അവർ വിളിക്കാറുണ്ട്. രണ്ടാമത്, ഇവിടെ ഇപ്പോൾ കേരളത്തിനുള്ളിൽ തന്നെ ഉള്ള വളരെ തിരക്കേറിയ ബിസിനസ്സുകാരും ഒഫീഷ്യൽ തിരക്ക് കാരണം ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ നടക്കാൻ സമയമില്ലാത്തവർക്കും വളരെ അനുഗ്രഹമാണ് ഈ സർവീസ് എന്ന് പറഞ്ഞിട്ട് അവരും വിളിച്ചിരുന്നു. അങ്ങനെ രണ്ട് വിഭാഗം ആളുകൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റുമാണ്. നമുക്കിത് എത്ര കാലത്തേക്കാണ് നമുക്കൊരു ഹോം ലോൺ അനുവദിക്കുന്നത്? ഹോം ലോൺ പരമാവധി 30 വർഷത്തേക്കാണ് ബാങ്ക് ഹോം ലോൺ അനുവദിക്കുന്നത്. മറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 70 വയസ്സിന് മുന്നേ ഇതിൻ്റെ തിരിച്ചടവ് പൂർത്തിയായിരിക്കണം. അപ്പോൾ 70 വയസ്സാകാൻ 30 വർഷത്തിൽ കുറവാണെങ്കിൽ ആ പീരീഡിലേക്കാണ് ഹോം ലോൺ അനുവദിക്കുന്നത്. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യം, എനിക്കിപ്പോൾ ഓൾറെഡി ഒരു വീടിൻ്റെ ലോണുണ്ട്, ഇനി ഒരു വീട് കൂടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ലോൺ കിട്ടുമെന്നുള്ളത്. അതിന് ലോൺ തീർച്ചയായിട്ടും കിട്ടും. നമ്മുടെ ഹോം ലോണിൻ്റെ നിബന്ധന അനുസരിച്ച് പരമാവധി ഒരാൾക്ക് 3 വീട് വരെ വാങ്ങാനുള്ള ആവശ്യത്തിന് ഹോം ലോൺസ് അനുവദിക്കും. അതായത് 3 ഹോം ലോൺസ് ഒരാളുടെ പേരിൽ ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഒരു വീട് നമ്മൾ അതുപോലെ റെനോവേഷൻ ചെയ്യുന്ന സമയത്ത് വീടൊന്ന് വലിപ്പം കൂട്ടുവാണ്, അതിൽ പുതുതായിട്ടുള്ള രീതിയിൽ മോഡി പിടിപ്പിക്കുകയാണ്, അതിനാണെന്നുണ്ടെങ്കിൽ വീട് റിനോവേറ്റ് ചെയ്യാനേ, എക്സ്റ്റെൻഡ് ചെയ്യാനേ, അതായത് അഡീഷണൽ കൺസ്ട്രക്ഷൻ, വീടിൻ്റെ എല്ലാ ആവശ്യം ലോൺ അനുവദിക്കും. ശരി. ഇപ്പോൾ ഈ നോൺ ബാങ്കിങ് കമ്പനീസിൽ പല ആൾക്കാരും ലോൺസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിനൊക്കെ പലിശ നോക്കുമ്പോൾ 15 to 20% ചിലപ്പോൾ അതിന് മേളിലോട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ലോൺ നമുക്ക് ഈ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ സാധിക്കും? തീർച്ചയായിട്ടും കൊണ്ടുവരാൻ സാധിക്കും. വലിയ പലിശയ്ക്ക് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് ടേക്ക് ഓവർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരു പ്രമുഖ പൊതുമേഖലാ ബാങ്കിൻ്റെ ആളുകൾ എന്നുള്ള നിലയിൽ നമ്മുടെ ബാങ്കിലേക്ക് ഈ കുറഞ്ഞ പലിശയ്ക്ക് ഈ ലോണുകൾ നമുക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. പിന്നെ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് അവർക്കൊരു സ്ഥിര വരുമാനമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ലോൺ കിട്ടും? ലോൺ കിട്ടും. നിബന്ധനകൾക്ക് വിധേയമായിട്ട് അവരുടെ ഇൻകം ബാങ്കിന് ബോധ്യപ്പെടുകയാണെന്ന് വരികിൽ തീർച്ചയായിട്ടും അവർക്ക് ലോണിന് എലിജിബിലിറ്റി ഉണ്ട്. പിന്നെ ഇതുപോലെ ഈ ഡെയിലി ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവത്തില്ലേ, അത് നമുക്ക് തന്നെ നിറയെ ഒരു എൻക്വയറി വരാറുണ്ട്. മിക്കവാറും കൂലിപ്പണിയാണ്, പക്ഷേ ഡെയിലി ഒരു 1000-1500 രൂപയ്ക്ക് മേളിൽ വരുമാനം കിട്ടുന്ന ആൾക്കാരാണ്. ബാങ്കിൻ്റെ നിയമം അനുശാസിക്കുന്നതനുസരിച്ചിട്ട് ഒന്നുകിൽ നമ്മുടെ ഇൻകം തെളിയിക്കുന്നതിനുള്ള ആവശ്യമായ രേഖകൾ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിട്ടേൺ ഫയൽ ചെയ്ത ഇൻകത്തിനെ ഇൻകമായിട്ട് കണക്കാക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാന്നുള്ളതാണ്. ടാക്സ് അടച്ചോ ഇല്ലയോ, അടയ്ക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല, പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യുക. അതിന് നിങ്ങൾക്ക് വേറെ വലിയ ചിലവ് വരുന്നില്ല. ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ലോൺ വേണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻകം മാത്രം മതിയാവത്തില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആരെങ്കിലും കൂടെ അതിൽ ക്ലബ് ചെയ്യാൻ പറ്റത്തില്ലേ? നമുക്ക് പരമാവധി 3 ആപ്ലിക്കൻസ് വരെ ഒരു ലോണിന് ആകാം. അവരുടെ 3 പേരുടെയും ഇൻകം ക്ലബ് ചെയ്തിട്ട് ലോൺ എലിജിബിലിറ്റി നിശ്ചയിക്കും. അടുത്ത ബന്ധുക്കളായിരിക്കണം. നമുക്ക് ഈ ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ അടയ്ക്കുന്നത് EMIs ആയിട്ടാണ്. അപ്പോൾ EMI എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്തി കൊടുക്കുക ആൾക്കാർക്ക്. പക്ഷേ EMI എന്ന് പറയുന്നത് നമുക്ക് മിനിമം ബാധ്യത ബോധ്യപ്പെടുത്താനുള്ള ഒരു ഫിഗറാണ്, ഒരു ഉപാധിയാണ്. പിന്നെ അതുപോലെ നമുക്ക് സിബിൽ സ്കോർ എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ, നമുക്കിപ്പോൾ ഒരു ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പലിശ നിരക്ക് സിബിൽ സ്കോറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കിടപ്പുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സിബിൽ സ്കോർ. നമ്മളുടെ എല്ലാ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസും സിബിൽ സ്കോറിൽ വരും. സിബിൽ സ്കോറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വായ്പയുടെ പലിശ നിരക്ക് കണക്കാക്കുന്നത്. അതുപോലെ സിബിൽ സ്കോറിൽ നമുക്ക് മോശമായ കാര്യങ്ങളുണ്ടെങ്കിൽ വായ്പ അനുവദിക്കുന്നതിനെ കൂടി അത് തടസ്സപ്പെടുത്തും. അതുകൊണ്ട് സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമുള്ളത്. ഇപ്പം നമ്മളെടുത്ത് തന്നെ ഈ വീടുകളൊക്കെ വാങ്ങുന്ന ആൾക്കാർ പലർക്കും ഉള്ള ഡൗട്ട്, അതായത് NRIs ഒത്തിരി പേര് വിദേശത്ത് ഇരുന്നുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊരു വീട് വാങ്ങാം, അല്ലെങ്കിൽ ഒരു ലോൺ എടുത്ത് വീട് വാങ്ങാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എങ്ങനെയാണ്? അവർക്ക് എടുക്കാൻ പറ്റും? 2 വർഷം വിദേശത്ത് ജോബ് കോൺട്രാക്റ്റ് ഉള്ള എല്ലാ ആളുകൾക്കും വിദേശത്തെ വരുമാനം കണക്കാക്കി ഇവിടെ നിന്ന് ലോൺ എടുക്കാം.
അത് ബാങ്കിൻ്റെ നിബന്ധനകൾക്ക് വിധേയമാണ്. അവരും അപ്പോൾ ഈ ഇൻകം ടാക്സ് റിട്ടേൺസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫയൽ ചെയ്താണ് അവർ ഇൻകം കാണിക്കേണ്ടത്. അവർക്ക് ഇവിടുത്തെ ഇൻകം ടാക്സ് റിട്ടേൺ പ്രശ്നം വരില്ല, കാരണം അവർ ടാക്സബിൾ അല്ലല്ലോ. വിദേശത്തെ ഇൻകം ഇവിടെ ടാക്സബിൾ അല്ല. അവർക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്നത് വിദേശത്തെ ജോബ് കോൺട്രാക്ട്, വിസയിൽ അവർക്ക് ഈ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള പാസ്പോർട്ടും ഉണ്ടെങ്കിൽ അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ജോബ് കോൺട്രാക്റ്റിൽ അവിടുത്തെ മന്ത്ലി ഇൻകവും കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ അവർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ബാങ്കിങ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരെ വിളിക്കാവുന്നതാണ്. എപ്പോൾ വിളിച്ചാലും കിട്ടത്തില്ല. ഞങ്ങൾക്ക് ബാങ്കിന്റെ ടൈം സ്റ്റിപ്പുലേഷൻ ഇല്ല. 24/7 ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, കാരണം വെച്ചാൽ നമുക്ക് തന്നെ ഡെയിലി നിറയെ എൻക്വയറീസ് വരാറുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് ഇതാണ് എൻ്റെ ജോബ്, എനിക്കൊരു ലോൺ കിട്ടാൻ എന്ത് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് ശരിക്കും ഗുണം ചെയ്യും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം.